കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം. രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്ന് 12 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കള്ളക്കടൽ എന്നൊരു പ്രതിഭാസം സംസ്ഥാനത്തുണ്ടായിരുന്നു. തലസ്ഥാന നഗരിയിലടക്കം കടൽ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അത് തന്നെയാണ് ഇന്നും തുടരും എന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ കടൽ മെല്ലെ ഉൾവലിയുകയും പിന്നീട് ശക്തിയോടെ തിരിച്ച് കരയിലേക്ക് വരികയും ചെയ്തൊരു പ്രതിഭാസമാണ് ഈ കള്ളക്കടൽ എന്ന് പറയുന്നത്. ഇന്നും അത് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് രാത്രി 10:30 വരെ ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ ഈ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അടക്കം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം, അല്ലെങ്കിൽ ഈ അപകട സാധ്യത ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റ് മേഖലകളിലേക്ക് മാറി നിൽക്കണം എന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കടൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ തീരദേശത്തേക്ക് ഇറങ്ങുന്നവരുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിന് എത്തുന്നവർ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നമുക്കറിയാം, ഇതുപോലെ ഈ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇത്തരത്തിൽ കടൽ ഇറങ്ങുകയും പിന്നീട് ഇരച്ചു കയറുകയും ചെയ്തത്. വളരെയേറെ ആളുകളിൽ ഭീതി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. തലസ്ഥാന നഗരിയിലടക്കം, അതുപോലെ തന്നെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലടക്കം ഇത്തരത്തിൽ ഈ പ്രതിഭാസം രൂപപ്പെടുകയും ഏറെ നേരം അത് നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഏറെ ഭീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ മുന്നറിയിപ്പുകൾ ലംഘിച്ചുകൊണ്ടും ആളുകൾ കടലിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലൊരു അതായത് ഇന്നും ഈ പ്രതിഭാസം തുടരുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, മറ്റു സുനാമി പോലെയുള്ള ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ജാഗ്രത കൈവിടാൻ പാടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ കടൽ മേഖലകളിൽ, തീരദേശ മേഖലകളിലൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിൽക്കുന്നവർ, അതുപോലെ തന്നെ ഹാർബറുകളിൽ ഈ മത്സ്യബന്ധന യാനങ്ങളെല്ലാം കെട്ടിയിട്ട് സൂക്ഷിക്കുവാനടക്കമുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് ഇത് പൊട്ടിത്തകർന്നുകൊണ്ടൊരു വലിയ അപകടം ഉണ്ടാകാതിരിക്കാനുള്ളൊരു ശ്രദ്ധയും വേണമെന്നത് ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് മറ്റ് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല എന്നും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ചൂടാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി നമുക്കറിയാം ചൂട് കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ ജില്ലകളിലും 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് വീണ്ടും മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഇന്നും അത്തരത്തിൽ ചൂട് കനക്കുവാനുള്ള സാധ്യതയുണ്ട്. ചൂട് കൂടുതലാണ് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതായത് 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് 12 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇടുക്കി, അതുപോലെ തന്നെ വയനാട് ജില്ലകൾ ഒഴികെയുള്ള മറ്റ് ജില്ലകൾക്കെല്ലാം ഇത്തരത്തിൽ ഒരു യെല്ലോ ജാഗ്രതാ നിർദ്ദേശം, യെല്ലോ അലർട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ മലപ്രദേശങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒഴികെയുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. കൊല്ലം, പാലക്കാട് ജില്ലകൾ, ഈ 2 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുവാനുള്ള സാഹചര്യമുണ്ട്. മറ്റു ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ ഈ പാലക്കാട് ശേഷം മറ്റു ജില്ലകളിലേക്ക് വരുമ്പോൾ ആലപ്പുഴയും പത്തനംതിട്ടയും കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് കൂടുവാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കായി ഒരു ജാഗ്രതാ നിർദ്ദേശവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ചൂട് കൂടുന്നതോടുകൂടി തന്നെ സൂര്യാഘാതം മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ ചൂട് കൂടുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കാതെ പരമാവധി ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരീരത്തിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നവർ, അതായത് സൂര്യപ്രകാശം ഏറ്റുകൊണ്ട് പണിയെടുക്കുന്നവർ, വിദ്യാലയങ്ങളിൽ ഉള്ളവർ, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, ഇത്തരക്കാർക്കെല്ലാം ഒരു പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
പ്രത്യേകിച്ച് ഈ ചൂടിൽ കൂടുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം അടക്കമുള്ളവ ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ചൂട് ഉയർന്നെങ്കിൽ പോലും അതിൽ സൂര്യപ്രകാശം ഏൽക്കാതെ ആരോഗ്യസ്ഥിതി സംരക്ഷിക്കണമെന്നൊരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് നിലവിലുള്ള ചൂട് അത് 39 ഡിഗ്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മിക്കവാറും ഒക്കെ ജില്ലകളിലേക്ക് 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് കൂടുകയും ഒക്കെ ചെയ്യുകയാണ്. ഇതൊരു മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുകയാണ്. ആതിര. ശരി, അത് തന്നെയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലം.